അപ്പോൾ ചങ്ങായിമാരെ, ഞാൻ ഇന്നലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടുത്തെ കുന്നംകുളം, തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലായിട്ടുള്ളത്. ഇവിടെ ഒരു പോലീസുകാരൻ ചെയ്തൊരു സംഭവം ഉണ്ട്. അത് നമ്മൾ നേരിട്ട് ചോദിക്കാൻ പോവാണ്. പോലീസുകാരെന്നല്ല, ആരെന്നെ ശരി, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ചോദ്യം ചെയ്യണം, നല്ലത് ചെയ്താൽ അത് പ്രചരിപ്പിക്കും വേണം. അപ്പൊ ഇന്ന് ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തൊരു സംഭവമാണ്. അത് നമ്മൾ നേരിട്ട് ചോദിക്കാൻ പോവാണ്. നല്ലത് ചെയ്യാൻ പറഞ്ഞല്ലോ, ആരാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ചോദിക്കേണ്ടത് നമ്മൾ ചോദിക്കേണ്ടത് പോലെ ചോദിക്കണം. അത് ഏത് പോലീസ് ആണെങ്കിലും ശരി. വാ ചോദിച്ചോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ പോകട്ടോ, സ്റ്റേഷൻ്റെ ഉള്ളിൽ പോവാം. സാറേ, എസ് ഐ സാറല്ലേ? ഓട്ടോ, ഓക്കെ, താങ്ക് യു. എസ് ഐ സാറിൻ്റെ റൂമിലൊന്ന് പോകട്ടോ. സാർ നമസ്കാരം. എൻ്റെ പേര് സജാദ്. ഞാനൊരു ചെറിയ ബ്ലോഗറാണ്. അപ്പോൾ ഞാനൊരു ന്യൂസ് കണ്ടു സാറിൻ്റെ. ആ ന്യൂസാണ് എന്നെ ഇവിടെ കുന്നംകുളത്ത് എത്തിച്ചത്. അപ്പോൾ ഞാൻ വലിയൊരു തള്ളൊക്കെ പോലീസിനോട് ചോദ്യം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കയറി വന്നത്. ഓക്കെ, താങ്ക് യു. സാറ്, പിന്നെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ആ ഒരു ക്രിക്കറ്റ് കളിയിൽ വലിയൊരു മെസ്സേജ്, കളിക്കുന്ന വീഡിയോ ഉണ്ടല്ല, പക്ഷെ ആ ഒരു വീഡിയോയിൽ സാറ് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജാണ് ഇന്ന് എന്നെ കുന്നംകുളത്ത് എത്തിച്ചത്. ആ ഒരു സംഭവത്തിലേക്ക് സാർ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നറിയാൻ ഒരു താല്പര്യമുണ്ട്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പൊതുജനങ്ങൾക്ക് ഒരു പക്ഷേ ഉപകാരമാവും ഈ ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഡ്രഗ്സിനെതിരെയാണ് സാർ അന്ന് ആ ഒരു കളീൻ്റെ അടിയിൽ ഒരു ഡയലോഗ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ സാറിനെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. സാറ് പറഞ്ഞോളൂ. പേര്? എൻ്റെ പേര് മഹേഷ് എന്നാണ്. ഇവിടെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ്. ഇപ്പോൾ ഇവിടെ എസ് ഐ ആയിട്ട് പോസ്റ്റിംഗ് ആയിട്ട് ഒരു 12 ദിവസം ആയതേ ഉള്ളൂ. ഓക്കെ. നമ്മൾ സാധാരണ റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഒരു പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈവനിങ് പെട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അത് കുട്ടികളുടെ കുറച്ച് ബഹളമൊക്കെ കേട്ടു. അങ്ങനെ ആ വണ്ടി അങ്ങോട്ട് എത്തിയതാണ്. പിന്നെ എത്തിയപ്പം പിള്ളേർ തന്നെ എൻ്റെ അടുത്ത് പറയണമെന്ന് കളിക്കണമെന്ന് ചോദിക്കുന്നു. പിള്ളേരുടെ ഒരു ആവേശം കണ്ടിട്ട് ആണ് ഞാനും ബാറ്റുമായിട്ട് ഇറങ്ങിയത്. ഇറങ്ങിയത് കുറച്ച് ബോളുകൾ കളിച്ചു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോയ അത് എന്താ പറയുക, നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോഴും ഇതൊക്കെ തന്നെയാണ് കുട്ടികളോട് പറയുന്നത്. കുട്ടികൾ എവിടെയെങ്കിലും ഒരുമിച്ച് യുവാക്കളൊക്കെ ഉള്ള സമയത്തെല്ലാം പോലീസ് എന്ന നിലയിൽ എന്റെ കടമയാണ് അത് പറയുന്നത്. കടമയാണ് ഞാൻ ചെയ്തത്. ജോലിയാണ് ഇത് സ്ഥിരം നമ്മൾ ഇതിനൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മളിങ്ങനെ പിള്ളേരുടെ പറയുന്ന കാര്യം അത് ബാറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാനങ്ങ് പറഞ്ഞതാണ്. സാറ് പറയുന്നുണ്ട്, കളിയിൽ അകപ്പെട്ട മക്കളാണെങ്കിൽ ഒരിക്കലും ഇതൊക്കെ വരില്ല എന്നല്ലേ? അതെ, സത്യമാണ്. എനിക്ക് എന്റെ ജീവിതം കൊണ്ടും എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കൂട്ടുകാരുടെ കാര്യങ്ങളായാലും എനിക്ക് അടുത്തറിയാവുന്ന കാര്യങ്ങളായാലും കളി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഏതെങ്കിലും ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ളവർ ഒരു പരിധിവരെയൊക്കെ ഈ ലഹരിയുടെ പിടിയിലൊന്നും ആ കളി ഒരു ലഹരിയായി മാറും. അല്ലേ? ഉറപ്പായിട്ടും കളി ഒരു ലഹരിയാണ്. ആ ഒരു സ്പിരിറ്റ്, നമ്മൾ പ്രത്യേകിച്ച് സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് എന്താ മാനസികമായിട്ടുള്ള സ്ട്രെസ് ഒക്കെ വരുമ്പോഴും നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് ഈ സ്പോർട്സ് ിലൂടെ കിട്ടുന്ന ഈ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയും, ഈ സ്പിരിറ്റിലൂടെ നമുക്ക് കഴിയും. അതാണ് ഞാൻ ആ ഒരു കാര്യം പറയാനായിട്ടുള്ള കാരണം. വീഡിയോ നല്ല വൈറലായി. കാരണം അതിന്റെ കമന്റ്സ് ആണെങ്കിലും സാറിന് ഒരുപാട് നല്ല നല്ല കമന്റാണ് വരുന്നത്, പോസിറ്റീവ് കമന്റുകൾ വരുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ യൂത്ത് ആണെങ്കിലും, യൂത്തിന്റെ കാര്യം പോട്ടെ, ചെറിയ മക്കൾ വരെ വലിയ വലിയ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സമയത്താണ് സാറ് ഒരു കളി കൊണ്ട് നമുക്കൊരു ലഹരി, കളി എന്നുള്ളത് ലഹരിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ലഹരി പദാർത്ഥത്തിൽ നിന്ന് വിട്ടു നിൽക്കാം എന്നുള്ളൊരു വലിയൊരു പാഠം, ആ ഒരു മെസ്സേജാണ് സാറ് പാസ് ചെയ്തത്. പിന്നെ പ്രൊഫഷണലായിട്ട് കളിക്കാറുണ്ടോ? കളിച്ചിട്ടുണ്ടോ കോളേജ് ടൈമിലൊക്കെ? ഞാൻ പ്രൊഫഷണൽ കളിക്കാരനേ അല്ല. പക്ഷെ ബാറ്റിംഗ് ഉണ്ട് കഴിഞ്ഞാൽ പക്ക നാട്ടുമ്പുറത്തിലൊക്കെ നമ്മള് എന്റെ കൂട്ടുകാരോടെ കളിക്കാനായിട്ട് പോകും. പിന്നെ അത്യാവശ്യം ഇടയ്ക്കൊക്കെ ലീഗിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഗസ്റ്റ് ആയിട്ട് കളിക്കാൻ വിളിക്കുകയാണെങ്കിൽ പോകും. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കളിയില്ല. പിന്നെ ഇപ്പം ജോലിയുടേതായിട്ടുള്ള ജോലി തിരക്കി നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും പിള്ളേരെ കാണുമ്പോൾ, പിള്ളേർ കളിക്കുന്ന കാണുമ്പോഴും നമുക്ക് ഭയങ്കര ആവേശമാണ്. ആവേശമുണ്ട്. അങ്ങനെ ഇടയ്ക്ക് വഴിയിലൊക്കെ നിന്ന് കളി കാണും. അങ്ങനെ ഒരു ആവേശത്തിന് പുറത്ത് പിള്ളേരെ നിർബന്ധിച്ചുകൊണ്ടാണ് അന്ന് തന്നെ ഇറങ്ങിയത്. ഇനി എന്തായാലും ഈ വീഡിയോ കാണാൻ ഒരുപാട് യൂത്ത് ഉണ്ടാവാം, അതേപോലെ തന്നെ കുറച്ച് 40 വയസ്സിന് മുകളിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഈ പിന്നെ മയക്കുമരുന്നിനെ പറ്റി അല്ലെങ്കിൽ നമ്മളുടെ ജനത്തിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഉപദേശം സാറിന് എന്താ കൊടുക്കാനുള്ളത്? മയക്കുമരുന്നിന്റെ ഒരു ഉപയോഗം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് ആയാലും പോലീസ് ആയാലും ഒരുപാട് സംഘടനകളും ലഹരിക്കെതിരെ ധാരാളം പ്രവർത്തനങ്ങളും ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ നടത്തി വരുന്നു. പ്രധാനമായിട്ടും നമ്മളത് നടത്തുന്നതിന് ഉദ്ദേശം ലഹരിയുടെ ഒരു ഉപയോഗം കൊണ്ട് ധാരാളം കുടുംബങ്ങൾ തകരുന്നത് നമ്മൾ നേരിട്ട് കാണുകയാണ്. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാനത് നേരിട്ട് അനുഭവിക്കുന്നതാണ്. അവരുടെ കുടുംബം അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നതാണ്. അപ്പം ഇതിന്റെ ഒരു എഫക്ട് പുറത്തുനിന്നുള്ള നമ്മൾ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് നേരിട്ട് കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ കുട്ടികളെ നമ്മള് ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഫോണില്ലാതെ പറ്റില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ വേണം. അതിനൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നല്ലത് തന്നെയാണ്, ഫോൺ ഉപയോഗം നല്ലതാണ്. പക്ഷെ അതിനെ
ഒന്ന് നമ്മൾ ലിമിറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളെ കളിക്കാനും കൂടെ അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു കളി, ക്രിക്കറ്റെന്നോ ഫുട്ബോളെന്നോ ഒന്നും അല്ല, ഏതെങ്കിലും ഒരു ഗെയിംസിൽ ഇൻവോൾവ് ആക്കി കഴിഞ്ഞാൽ അവര് അതിലേക്ക് ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളായാലും അങ്ങനെയുള്ള എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവര് എന്തോ ലഹരി ഒരിക്കലും അവരെ തൊടൂല. ഒരു പരിധി വരെ ആ ഒരു കളി മതിയാവും, അവരുടെ മൈൻഡ് സെറ്റ് ആവാൻ. തീർച്ചയായും മതി. പിന്നെ നമ്മുടെ പേരൻസ് എന്ന നിലയിൽ ഇപ്പോഴത്തെ നമ്മള് കുട്ടികളെ ഫോൺ കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ലോകമാണുള്ളത് ഫോൺ. അപ്പം എന്താണ് അവർ ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്കറിയത്തില്ല. അപ്പം പ്രോപ്പറായിട്ട് അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതെ, ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികളെ അതെന്താ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കൂടി നമ്മളൊന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം കൂടി നല്ല. അതെ ശ്രദ്ധിക്കണമെന്നല്ല കാര്യം. പ്രത്യേകിച്ച് ഇപ്പം ഭയങ്കരമായിട്ടും കേസുകൾ കൂടി വരും. മയക്കുമരുന്നിന്റെ ആയാലും സൈബർ കേസുകളായാലും കൂടി വരും. ഇതിനുള്ള നമ്മളൊരു വലിയൊരു മാറ്റമാണ്. നമ്മുടെ ഒരു പണ്ടത്തെ ഒരു രീതിയും കാലഘട്ടമല്ല. ഒരു പേരൻസ് ജനിച്ചു വളർന്ന സമയത്തുള്ള ഒരു കാലത്തല്ല കുട്ടികൾ വളരുന്നത്. ആ ഒരു യാഥാർത്ഥ്യ ബോധം നമ്മുടെ പേരൻസിന് ഉണ്ടായി കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീരും. അതിൽ ഒന്നാമത്തെ ഒരു പടിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരെ കുറച്ച് ആദ്യം താല്പര്യമില്ലാത്തവരാണെങ്കിൽ കുറച്ച് നിർബന്ധിച്ച് ഗ്രൗണ്ടുകളിലേക്ക് കൊണ്ടുപോകാം, കളിപ്പിക്കുക, അവരോട് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളത്. കാരണം ഇത് പറയുന്നത് ഞാൻ ഒരു ചുമ്മാ പറയുന്നില്ല. കാര്യം നമ്മുടെ അനുഭവത്തിലൂടെ ആണ്. കാര്യം ഒരുപാട് അമ്മമാരായാലും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഓരോ ക്ലാരിഫിക്കേഷൻസ് ആയാലും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും വിഷമം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എവിടെ പോയാലും ഈ ഒരു കാര്യം ലഹരി മാറ്റി നിർത്തുക എന്നുള്ള ഒരു സന്ദേശം നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഈ പോലീസ് സ്റ്റേഷന്റെ അണ്ടറിൽ ഒരു ലഹരി വിരുദ്ധ സ്ക്വാഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ലഹരിക്കെതിരെ ഒരു സ്ക്വാഡുകളുണ്ട്. നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ സാറിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ACP ഒരു മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ CSR ഷാജാൻ സാറ് മൊത്തത്തിൽ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ടീം തന്നെ നമുക്കിവിടെ ഉണ്ട്. നമ്മൾ ആ ടീമിനായിട്ട് ധാരാളം കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുംബൈയിൽ നമ്മൾ ഇതേപോലുള്ള കേസുകൾ പിടിച്ചിട്ടുമുണ്ട്. അതും വളരെ വളരെ പ്രായം കുറഞ്ഞ കുഞ്ഞു മക്കളാണ് ഇതിനകത്ത് അഡിക്റ്റ് ആവുന്നത്. അതെ സാർ, ഒരു ആസ് എ ബ്ലോഗർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയലുണ്ട്. അഥവാ അവിടെ കോളേജിന്റെ ഹോസ്റ്റലിലൊക്കെ ഒരുപാട് മയക്കുമരുന്നിന്റെ ഉപയോഗമായി നമുക്ക് കറക്റ്റ് എവിഡൻസ് ഇല്ലാതെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ശ്രദ്ധയും കൂടി സാറ് ഒരു റിക്വസ്റ്റ് ആണ്. ഇപ്പോൾ ഒരു വലിയ കോളേജൊക്കെ ആകുമ്പോൾ അതിന് എന്തായാലും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ഒരു മേഖല കൂടി സാറും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെയും നിറ കണ്ണുകൾ ആ സമയത്ത് എപ്പോഴും ഉണ്ടാവണം. എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ആണത്. ഉറപ്പായിട്ടും കാര്യം ഒരു റിക്വസ്റ്റ് എന്റെ ആവശ്യമില്ല. കാരണം ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എന്റെ കടമ മാത്രമാണ്. ഇപ്പം കളിസ്ഥലത്ത് നിന്ന് അതിന് വീഡിയോ വൈറലായാലും അത് ആക്ച്വലി ഇത് വൈറലാവേണ്ട കാര്യമില്ല. കാര്യം എന്റെ കടമയാണ്. എന്റെ കടമ മാത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷെ പോലീസുകാരൻ കളിച്ചു എന്ന് പറഞ്ഞതാണ് വൈറലാവല്ല കാരണം. നമ്മളിപ്പം ഒരു കാര്യം ഇപ്പം ഞാൻ അവിടെ നിന്നിട്ട് പ്രസംഗിക്കുന്നതിനെക്കാട്ടി ഉപരി കളിച്ചിട്ട് അവരോട് പറയുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഒരു പ്രത്യേക ഒരു ആക്ടിവിറ്റി ആകുമ്പോൾ ജനങ്ങൾ പെട്ടെന്ന് അതുകൊണ്ടാണ് ഇപ്പൊ നേരെ മറിച്ച് സാർ ഒരു 10 മിനിറ്റ് പ്രസംഗമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ 1 ലക്ഷം ആളുകൾ കാണില്ലായിരുന്നു. പക്ഷെ ഈ കളിയായതുകൊണ്ടായിരുന്നു ഒരു പക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടത്. നല്ലൊരു മെസ്സേജ് അതുകൊണ്ടാണ് നല്ലൊരു മെസ്സേജാണ് കൊടുത്തത്. അത് അങ്ങനെ ഒരു നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിച്ചതും ആൾക്കാർ അറിയുന്നതും ഭയങ്കര സന്തോഷമുണ്ട്. ആയിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓടിപ്പടിച്ച് എത്തിയത്. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും സാറിന്റെ ഇതുപോലത്തെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും സമൂഹത്തിന്റെ സാറിനെ പോലത്തെ നല്ല മനസ്സുള്ള പോലീസുകാർക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും, ഒരു സംശയമില്ല. നല്ല ആളുകൾക്ക് എപ്പോഴും നല്ല സപ്പോർട്ട് ഉണ്ടാവും. ഇതിപ്പം എന്റെ വീഡിയോ അത് യാദൃശ്യമായിട്ട് വരണം. ഇതുപോലെ എന്നെ പോലെ ഒരുപാട് കേരള പോലീസിൽ ഇഷ്ടംപോലെ ഓഫീസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അത് ഞങ്ങളെല്ലാവരുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലഹരിയെ നമ്മുടെ യുവജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് നല്ലൊരു യുവതലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് ഞാൻ എല്ലാവരോടും പറയാനുള്ളത്. ആയിക്കോട്ടെ, ഓക്കെ, താങ്ക് യു സാർ.